സ്നേഹം ചിലപ്പോൾ മനുഷ്യനെ രക്ഷിക്കും, ചിലപ്പോൾ അതേ സ്നേഹം തന്നെ അപകടത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ജിമ്മിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ വെറും അതിർത്തി തർക്കമല്ലെന്ന് സിൽവി മനസ്സിലാക്കുന്നു. പ്രണയം, അസൂയ, പ്രതികാരം എല്ലാം ചേർന്ന് അപകടകരമായ ഒരു വഴിയിലേക്ക് കഥ നീങ്ങുകയാണ്. മുഴുവനും കേൾക്കണേ. സിൽവിയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഒന്നുമില്ലെങ്കിലും തൻ്റെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ചുകൊണ്ടിരുന്നവനല്ലേ അവൻ. എന്നിട്ടും അവൻ തന്നെ തൻ്റെ സാറിനെ ഉപദ്രവിക്കാൻ നിന്നല്ലോ. അതും തൻ്റെ പ്രിയപ്പെട്ടവനാണെന്ന് അറിഞ്ഞിട്ട് പോലും. അവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ള കാര്യമാണ്. ആർക്കെതിരെയും അങ്ങനെ ഒന്നും ചെയ്യുന്നതിനെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ട് പോലുമില്ല. തനിക്കു നേരെ അങ്ങനെയൊരു നീക്കം ഒരാളിൽ നിന്നുണ്ടാകുമെന്ന് സങ്കല്പിക്കുക പോലും ചെയ്തിട്ടുമില്ല. അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ ഇപ്പോഴും തനിക്ക് കഴിയുന്നില്ല. എന്തെങ്കിലും വിവരം അതിനെപ്പറ്റി ലഭിക്കണമെങ്കിൽ തന്നെ ഞായറാഴ്ച ലൗലിയെ കാണേണ്ടി വരും. കണ്ടാൽ പോലും അതിനെപ്പറ്റി ഒരു വിവരം ലഭിക്കുമോ എന്നുറപ്പില്ല. അപ്രതീക്ഷിതമായി ചിലപ്പോൾ ലഭിച്ചുകൂടായികയുമില്ല. സിൽവി ഇതുവരെയും മനോവിഷമത്തോടെ ഒന്നിനു വേണ്ടിയും കാത്തിരുന്നിട്ടില്ല. ഞായറാഴ്ച വരെയുള്ള സമയത്തിന് ദൈർഘ്യം കൂടുതലുള്ളതായി അവൾക്ക് തോന്നി. നേരം വെളുത്താൽ അസ്തമിക്കാൻ ഭയങ്കര താമസം. കോളേജിൽ ചെന്നാലോ വൈകുന്നേരമായി മടങ്ങി വരാനും ഭയങ്കര താമസം. ഇതായിരിക്കും കാരണവന്മാർ പറയുന്നത് കാത്തുനിന്നാൽ സമയം പോകില്ല എന്ന്. ഉന്തിത്തള്ളി എന്നൊക്കെ പറയുന്നത് പോലെ ഞായറാഴ്ച എത്തി. ആകാംക്ഷയോടെ അവൾ പള്ളിയിൽ പോയി. ലൗലിയെങ്ങാനും വരാതിരുന്നെങ്കിൽ പിന്നെ ഇനിയും കാത്തിരിപ്പ് വേണമല്ലോ. അവളുടെ പ്രാർത്ഥന കേട്ടതുപോലെ പള്ളിക്കകത്ത് തന്നെ വെച്ച് ലൗലിയെ കണ്ടു. പുറത്തിറങ്ങുമ്പോൾ സംസാരിക്കാം എന്ന കണക്കിൽ അവിടെ തന്നെ നിന്നു. അന്നത്തെ കുർബാനയിൽ പോലും ശരിയായ നിലയിൽ പങ്കെടുത്തോ എന്ന് സിൽവിക്ക് സംശയമുണ്ട്. ഒരു പ്രാർത്ഥന മാത്രം കർത്താവിൻ്റെ മുൻപിലേക്ക് സമർപ്പിച്ചു. ഒരു തവണ അവൻ എൻ്റെ സാറിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അങ്ങ് രക്ഷപ്പെടുത്തിയല്ലോ. ഇനിയെങ്കിലും അവൻ അങ്ങനെയൊന്നും തോന്നിക്കരുത്. അവനെയും ഉപദ്രവിക്കാൻ എനിക്ക് മനസ്സ് വരാത്തതുകൊണ്ടാണ്. കുഞ്ഞുനാളിൽ മുതലേ കാണുന്ന ഒരുത്തനെ എങ്ങനെ ശത്രുവായി കാണാൻ കഴിയും? അല്ലെങ്കിലും ശത്രുക്കളെ സ്നേഹിക്കാൻ തന്നെയാണല്ലോ അങ്ങ് പഠിപ്പിച്ചത്. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയതേ ലൗലിയെ മാറ്റി നിർത്തി വിവരം ചോദിച്ചു. അതായത് അന്ന് രാത്രി അവിടെ നടന്ന സംഭവത്തിൽ ഇട്ടിയവരാച്ചൻ്റെ ഗുണ്ടകളാണ് എന്നാണല്ലോ കേട്ടത്. പക്ഷേ ഇപ്പോൾ അറിയുന്നത് അങ്ങനെ അല്ലെന്നേ. അതിനെപ്പറ്റി എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നീ പറഞ്ഞതുപോലെ മാത്രമല്ല. അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചുറ്റിക്കളികൾ വേറെയും ഉണ്ട്. അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ കൃത്യമായി നടപടിയെടുത്തതിന് പകരമായി ചെയ്തതാണ് എന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? അതും ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അത് പൂർണ്ണമായും ശരിയല്ല. മാവിൻ ചുവട്ടിലേക്ക് മാറി നിന്ന് ലൗലി വിശദമായി പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം ഒരു ദിവസം ഇട്ടിയവരാ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന സോജനെ ഞാൻ കണ്ടു. നീ എന്താടാ ഈ വഴിക്കൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അവനൊന്ന് പരിങ്ങി. കള്ളത്തരമെന്തോ മനസ്സിലുണ്ടെന്ന് അപ്പോഴേ എനിക്ക് തോന്നി. നീ എന്നതാടാ ഒളിക്കുന്നത്? എന്തുടായിപ്പ് പരിപാടിക്കാടാ നീ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയുകയല്ലേ, അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നതിന് ഉടായിപ്പെന്തിനാ? ഏത് മരുമക്കളാടി അമ്മയുടെ വീട്ടിൽ പോകാത്തത്?
അല്ലെങ്കിലും എനിക്കിപ്പോൾ അമ്മാവനെ കൊണ്ടൊരു സഹായം ആവശ്യമുണ്ട് എന്ന്. ഇഷ്ടംപോലെ പണവും സൗകര്യങ്ങളുമുള്ള അവന് അമ്മാവനെ കൊണ്ടിപ്പോൾ എന്താ ആവശ്യം? ഞാൻ അല്പം പരിഭവം കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ പറയില്ലടി. നിനക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തന്നെ നീ ഒന്നും പാവങ്ങളായ ഞങ്ങളെ പരിഗണിക്കുകയില്ലല്ലോ. നേരത്തെയും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. പരിഗണിക്കാത്തതുകൊണ്ടൊന്നും അല്ലടി. നേരത്തെ മുതലേ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരുത്തി ഉണ്ടായിരുന്നു. ഇപ്പോഴും അവൾ അവിടെ തന്നെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ആ വിവരം. ആളിനെ നീയൊക്കെ അറിയുന്നത് തന്നെയാണ്. നിൻ്റെയൊക്കെ കൂട്ടുകാരി ആയിരുന്നു താനും. അവളോട് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ അവൾ പറയുകയല്ലേ, നിന്നോടെനിക്ക് ഇഷ്ടമൊക്കെ തന്നെ, പക്ഷേ നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ വേറൊരാൾക്ക് വാക്ക് കൊടുത്തു പോയി എന്ന്. വാക്ക് കൊടുത്തതല്ലേ ഉള്ളൂ, മാറ്റാവുന്നത് അത് മാത്രമല്ലേ ഉള്ളൂ എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അങ്ങനെ ഞാനൊന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ അവൾ പറയുകയല്ലേ, അവൾക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത് അവനാണ് എന്ന്. അവനല്ലാതെ മറ്റൊരാൾ അവൾക്ക് ഉണ്ടാവുകയില്ല എന്ന്. എന്തു ചെയ്യാം എൻ്റെ ലൗലി, മനസ്സിൽ നിന്ന് അവൾ പോകുന്നില്ല. എനിക്കാണെങ്കിൽ അവളില്ലാതെ പറ്റുകയുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു നോക്കുമ്പോൾ അതിനൊരു എളുപ്പ വഴി ആ തടസ്സമങ്ങ് ഇല്ലാതെയാക്കുന്നതാണെന്ന് തോന്നുന്നു. തട്ടിക്കളയണമെന്നൊന്നുമില്ല. നല്ലോണം പരിക്ക് പറ്റി കിടപ്പിലായാലും മതിയല്ലോ. ജീവിതകാലം മുഴുവൻ കിടപ്പിലാകുന്ന ഒരുത്തനെ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ? ഇല്ലല്ലോ. അപ്പോൾ അവൾ തന്നെ എൻ്റെ അടുത്തേക്ക് വരും. എന്നാലും ഞാൻ അവളെ സ്വീകരിക്കുകയേ ഉള്ളൂ. അതാണ് എൻ്റെ മനസ്സ്. സോജൻ പറഞ്ഞു നിർത്തി. ലൗലി സിൽവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ മുതലേ പേടിയാണ് തോന്നിയത്. നീ വല്ല സ്വപ്നവും കണ്ടേച്ച് അതിൻ്റെ കാര്യം പറയുന്നതാണോടാ, അതോ യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറയുന്നതാണോ? നടപ്പിലാക്കാൻ വേണ്ടി ഒന്നും പറയാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ആ കാലത്തെ സോജനല്ല ഇപ്പോഴത്തെ സോജൻ. ശരിക്കും എൻ്റെ അമ്മാവന് ഒത്ത മരുമകനാകാൻ മാത്രം എല്ലാ കഴിവുകളും ഉള്ളവനാണ് ഈ സോജൻ. എന്നാലും അത് വേണ്ടടാ. കൂടെ പഠിച്ച ഒരെണ്ണത്തിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് നിനക്കെന്തോ കിട്ടാനാ? നിനക്ക് ചിലപ്പോൾ വിധിച്ചിരിക്കുന്നത് അവളായിരിക്കില്ല. അവളേക്കാൾ എത്രയോ മിടുക്കിയായ വേറൊരു പെണ്ണായിരിക്കും. അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കുകയല്ലേ നല്ലത്. ഞാൻ നിന്നോട് അഭിപ്രായം ചോദിച്ചതല്ലല്ലോ. എനിക്ക് ആരുടെയും അഭിപ്രായവും ആവശ്യമില്ല. നിനക്കറിയാമോ, എൻ്റെ അപ്പനോട് പോലും അഭിപ്രായം ചോദിക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വിവരം അമ്മാവനെ വിളിച്ചു പറഞ്ഞപ്പോൾ നീ ഇങ്ങോട്ട് പോരെ എന്നാണ് പറഞ്ഞത്. എനിക്കും അവനോടൊരു കണക്ക് പറയാനുണ്ടെന്നാണ് അമ്മാവൻ പറഞ്ഞത്. ഞങ്ങളത് തീർക്കും, സംശയം വേണ്ട. ഇന്ന് അവനിവിടെ വരികയും ചെയ്യും, തിരിച്ചു പോവുകയുമില്ല. ഇത്രയും പറഞ്ഞ് കൂടുതലൊന്നും എന്നോട് പറയാതെ അവൻ ഇട്ടിരാച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയതാ. പിറ്റേ ദിവസം കേട്ടത് എന്നതാ, വില്ലേജ് അസിസ്റ്റൻ്റ് പരിക്കുപറ്റി ആശുപത്രിയിലാണ് എന്ന്. വിശദമായി അന്വേഷിക്കാതെ തന്നെ ആളുകൾ പറഞ്ഞു കേട്ടു. രാത്രിയിലാരോ തടഞ്ഞു നിർത്തിയതാണെന്നും തലയ്ക്ക് തന്നെ അടിച്ചതാണെന്നും ഒക്കെ. അപ്പോൾ പിന്നെ സോജൻ പറഞ്ഞത് അവൻ നടപ്പിലാക്കിയതായിരിക്കില്ലേ? സോജൻ നേരിട്ടൊന്നും ആയിരിക്കില്ല. ഇട്ടിരാച്ചൻ ചേട്ടന് ഗുണ്ടകളുണ്ടല്ലോ, കുറേ എണ്ണം. അയാൾ കൊണ്ടുവരുന്ന കാട്ടിറച്ചിയും തിന്ന് അവർ വാറ്റുന്ന നാടൻ ചാരായവും കുടിച്ച് തൊഴിലൊന്നുമില്ലാതെ നടക്കുന്നവരാണവർ. ആരെയാണ് ഉപദ്രവിക്കേണ്ടത് എന്ന്
നോക്കി നടക്കുകയാണവർ. ചെയ്തത് അവന്മാരായിരിക്കും, പക്ഷേ ചെയ്യിപ്പിച്ചതിന് പിന്നിൽ നമ്മുടെ കൂടെ പഠിച്ച സോജനം കൂടി ഉണ്ടല്ലോ എന്നോർക്കുമ്പോഴാടി ഒരു വിഷമം. നിന്നോട് പറയണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. ചോദിച്ചപ്പോൾ പിന്നെ എനിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴും സിൽവിയുടെ മുഖം വല്ലാതെയാണ് ഇരുന്നത്. എന്തു പറ്റിയതാടി എന്ന് ചോദിച്ചിട്ട് സാറാമ്മയോട് പോലും കാര്യം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എങ്ങനെ കഴിയും എന്ന് ഒരു ആശയവും ഇതുവരെയും മനസ്സിലേക്ക് വന്നിട്ടില്ല. കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങേര് മറുപടി ഒന്നും തന്നതുമില്ല. ജിമ്മി സാറിനോട് തന്നെ കാര്യം പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വയ്ക്കാം. നടന്ന സംഭവങ്ങളും തനിക്ക് കിട്ടിയ വിവരവും പറയാം. പക്ഷേ തന്നെ കളിയാക്കാനാണ് സാധ്യത. അവർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ്. മലയാണ് ഉരുണ്ടു വരുന്നതെങ്കിലും കൈകൊണ്ട് തടഞ്ഞു നിർത്താം എന്നൊരു തരം തൻ്റേടമാണ് അങ്ങേർക്ക്. മിക്ക ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ജിമ്മിയോട് വിവരം പറയാൻ തക്കം നോക്കി 2-3 തവണ ക്വാർട്ടേഴ്സിൽ പോയി. എന്നാൽ ഒരു അനുകൂല സാഹചര്യം ഒത്തുവന്നില്ല. 4-മത്തെ തവണ കോളേജിൽ പോയി മടങ്ങി വന്ന വഴി അവിടെ കയറി. കൃത്യത്തിന് അന്നേരം അന്നമ്മച്ചേടത്തി അവിടെ ഇല്ലതാനും. അമ്മച്ചി നെല്ലിമറ്റം വരെ പോയതാണ് കേട്ടോ. അറിയാതെ കയറിയതാണെങ്കിൽ നേരെ വിട്ടു, നിൽക്കുകയേ വേണ്ട. ഇനി അതല്ല, അല്പനേരം വർത്തമാനം പറഞ്ഞിട്ട് പോയാൽ മതിയോ? എങ്കിൽ എനിക്കൊരു കട്ടനും കിട്ടും, കുറച്ചു നേരം വർത്തമാനവും പറയാം. അമ്മച്ചി പോകുന്ന വിവരമൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. അപ്രതീക്ഷിതമായി പോയതാണോ? അമ്മച്ചിയുടെ പൊന്നാങ്ങള സുഖമില്ലാതെ കിടക്കുകയാണെന്ന് വിവരം അറിയിച്ചു. അല്പം കൂടുതലാണ് പോലും. അത് കേട്ടതേ അമ്മച്ചി പുറപ്പെട്ടതാണ്. സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതലൊന്നും സംഭവിച്ചില്ലെങ്കിൽ വരും. അമ്മയുടെ ആങ്ങളയ്ക്ക് സുഖമില്ലെന്ന് പറയുന്നത് എത്ര ലാഘവത്തോടെയാണ്. എൻ്റെ അമ്മാവന്മാരുടെ കാര്യമാണ് ഇതുപോലെ പറയുന്നതെങ്കിൽ എനിക്ക് ദണ്ണമുണ്ടാകും. അവർക്കൊന്നും വരുന്ന ആലോചിക്കുവാൻ പോലും പറ്റില്ല. സ്നേഹമില്ലാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതെ, എന്നെ പിടിച്ച് അവിടെയുള്ള ഒരു പണച്ചാക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആലോചിച്ച പാർട്ടിയെ പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കാം. ഒന്ന് പോയേ പെണ്ണേ. ഇങ്ങോട്ട് സ്നേഹമില്ലാത്ത ഒരുത്തനോടും അങ്ങോട്ട് പോയി സ്നേഹിക്കാൻ എന്നെ കിട്ടില്ല. നോക്കാത്ത ദേവരെ തൊഴാൻ എനിക്ക് സൗകര്യമില്ല. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് അപകടമുണ്ടായില്ലേ, പുറകിൽ നിന്ന് ആരോ അടിച്ചു എന്ന് പറഞ്ഞത്? അവരിൽ നിന്ന് ഇനിയും ആക്രമണമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ചേടാ, ശിഷ്യ എന്നു മുതലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ചേർന്നത്? ഞാൻ അറിഞ്ഞതേയില്ലല്ലോ. കാര്യം പറയുമ്പോഴുള്ള ഈ തമാശ അത്ര നല്ലതല്ല കേട്ടോ. അതിന് എന്നെ പിന്നിൽ നിന്ന് അടിപ്പിച്ചവൻ ആനയുടെ കൊത്തുകൊണ്ട് കാഞ്ഞുപോയില്ലേ. പിന്നെ ഇനി ആരാണ് എന്നെ ഉപദ്രവിക്കാൻ ബാക്കിയുള്ളത്? അല്ലെങ്കിൽ തന്നെ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞോ? സിൽവി അറിഞ്ഞ കാര്യം ചുരുക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കുറച്ച് സൂക്ഷിക്കണം എന്ന്. അന്നേരം എന്നെ കളിയാക്കാൻ വരികയാണ്. കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടണം. അല്ലാതെ എല്ലാം തമാശയായി എടുക്കരുത്. എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോകാതിരിക്കാൻ പറ്റുമോ? വരുന്നതെന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരട്ടെ സിൽവി. ഇനിയും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളതാണ്. പേടിച്ച് പിന്മാറാൻ എന്നെ കിട്ടില്ല. അതിന് സോജനല്ല ഏത് ദേവേന്ദ്രൻ വരുമെന്ന് പറഞ്ഞാലും.
സിൽവിയുടെ കണ്ണ് നിറഞ്ഞു. അവളെ കണ്ടാൽ ഇപ്പോൾ കരയും എന്ന മട്ടിലാണ് നിൽപ്പ്. അത് കണ്ടതോടെ ജിമ്മിയുടെ മനസ്സലിഞ്ഞു. മാത്രവുമല്ല, അമ്മയെങ്ങാനും വന്ന് കണ്ടത് പരമാർത്ഥമെങ്കിൽ ഈ അവസ്ഥയിലാണെങ്കിൽ പോലും തനിക്ക് തല്ല് കിട്ടും. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല സിൽവി. നമുക്ക് വരാനുള്ള അപകടം വരിക തന്നെ ചെയ്യും. ഞാൻ പരമാവധി സൂക്ഷിച്ചുകൊള്ളാം, പോരെ? ടീച്ചർ ഒരു കാര്യം ചെയ്യ്. കണ്ണ് തുടച്ച് സന്തോഷമായി പോയി എനിക്കൊരു കട്ടൻ കാപ്പി ഇട്ട് കൊണ്ടുവന്ന് തന്നേ. എന്നിട്ട് വീട്ടിലേക്ക് പോയിക്കോ. സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ ആവൂ, അതോ സൂക്ഷിച്ചു പെരുമാറുമോ? ഇനി ഒന്നും ചെയ്യാൻ സോജന് തോന്നാതിരുന്നാൽ മതിയായിരുന്നു. അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ സിൽവി വിചാരിച്ചു, അവളുടെ ആഗ്രഹം പോലെ നടക്കുമായിരിക്കും അല്ലേ? സ്നേഹം ഒരാളെ എത്രത്തോളം മാറ്റുമെന്ന് നോക്കിക്കേ. സോജൻ്റെ മനസ്സിൽ ഇനി എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? ജിമ്മിയെ കാത്തിരിക്കുന്നത് മറ്റൊരു അപകടമാണോ? അടുത്ത ഭാഗത്തിൽ അറിയാം. നാം വെടുക്കുന്ന പ്രണയം തുടരും. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.